കൂടി നന്നാക്കാമെന്ന് തോന്നാറുണ്ടോ? അങ്ങനെ തോന്നുന്നവർക്കുള്ളൊരു ടിപ്പ് ഞാൻ പറയട്ടെ. നിങ്ങളുടെ ഇപ്പം കയ്യിലുള്ള ഈ നിമിഷം മനോഹരമാക്കിയാൽ മാത്രം മതി. അപ്പോൾ ദാ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒത്തിരി അധികം വിശേഷങ്ങളുണ്ട്. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയും കൂടി പറയാനുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു ഇതിലുള്ള രീതിയിലുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അതിൽ തെറ്റുണ്ടാവാം, പൊട്ടത്തരം ഉണ്ടാവാം. എന്നാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാമല്ലോ. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ എനിക്കപ്പോൾ അതിൽ നിന്ന് തിരുത്താമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വെക്കാൻ പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുള്ള കാര്യങ്ങളാണ്. നല്ല മഴയാണ് കേട്ടോ. മഴ പെയ്യും നിൽക്കുന്നത് തന്നെയാണ് മഴയുടെയൊക്കെ ഒരു അവസ്ഥ. കാലാവസ്ഥ ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളിതാ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ ചെറുപയർ കറിയാണ് സാധാരണ താളിച്ച് നമ്മൾ വെക്കില്ലേ. അപ്പോൾ പയർ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു സവാളയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് അവിടെ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റവ പച്ച റവയാണ്, അതായത് വറുക്കാത്ത സാധാരണ റവയാണ്. വറുത്ത റവയാണ് മേടിക്കുന്നതെങ്കിൽ ഞാനൊന്ന് ചൂടാക്കും കേട്ടോ. സാധാരണ വറുക്കാത്ത റവയാണെങ്കിലും വറുത്ത റവയാണെങ്കിലും എനിക്കൊന്ന് ചൂടാക്കിയില്ലെങ്കിൽ ഒരു സമാധാനമാവില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഒന്നൊന്ന് മൂത്ത് വരണം. നമുക്ക് അത് വറുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു മണം വരും, ഒരു മൊരിഞ്ഞിട്ടുള്ളൊരു വെന്തൊരു മണം വരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം നമുക്ക് ആ പാകം നോക്കിയിട്ട് നമുക്ക് ഒന്ന് വറുത്ത് നന്നായിട്ട് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അതൊന്ന് അവിടെ ഇരുന്ന് ഒന്ന് ആയിക്കോട്ടെ. കാരണം നമ്മൾ ചട്ടിയിൽ തന്നെ ഇട്ട് വെച്ചിട്ട് വേറെ ചട്ടിയിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചൂടാക്കിയ ചട്ടിയുടെ ആ ചൂട് കൊണ്ട് വീണ്ടും പൊടി ഇരുന്ന് കരിയും. വേഗില്ല, അത് കരിയിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചട്ടിയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇടുക. ഉപ്പുമാവ് വയ്ക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു മണ്ടത്തരാണ്. ചൂടാക്കിയിട്ട് ആ ചട്ടിയിൽ തന്നെ വെക്കും. അപ്പോൾ നമ്മൾ ആ ചട്ടിയിൽ നിന്ന് കുറച്ച് നേരം മാറ്റുക. അപ്പോഴേ ആ ചൂട് നല്ല കറക്റ്റ് ഒരു ഇതിന് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് ബാക്കി ഉള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കതിലേക്ക് ഉപ്പുമാവ് ഇവിടെ അധികം അങ്ങനെ ഇഷ്ടമല്ല ആർക്കും കഴിക്കാൻ. അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ ഇച്ചിരി കുറച്ച് പരിപ്പും പിന്നെ നമ്മൾ ഒരു നുള്ളു ഉഴുന്നും കൂടി ഇടും. കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കപ്പലണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓരോ സ്പൂൺ ഉഴുന്നും ഒരു ചിരി പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പയ്യെ വറുത്തെടുക്കും. അതിനുശേഷം നമ്മൾ പച്ചമുളക്, ഇഞ്ചി, ഒരു പകുതി സവാള മതി. അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മതിരിപ്പ് വരും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത്ര ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്തായാലും ഉപ്പ് ഇച്ചിരി വെള്ളത്തിൽ മുന്നോട്ട് നിൽക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, ഒരു ക്യാരറ്റ്. അപ്പോൾ ഞാനത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അതൊന്ന് വഴണ്ട് വരട്ടെ. ഉപ്പിട്ടേക്കണോണ്ട് നല്ല അസലായിട്ട് നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. പിന്നെ ഞാനൊരു കുറച്ച് തേങ്ങ, ഒരു മുറിയുടെ പകുതി തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു തേങ്ങയുടെ കുറച്ച് ഭാഗം, കുറേ ആയാൽ കൊള്ളില്ല കേട്ടോ. അത് തന്നെ ആയിപ്പോവും, തേങ്ങയുടെ ടേസ്റ്റ് തന്നെ ആയിപ്പോവും. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നാമത് ഉപ്പുമാവ് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഞാൻ കഴിപ്പിക്കും. കാരണം മക്കൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ രുചിയൊക്കെ അറിയണം. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ പയറൊക്കെ അവിടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പയറിലേക്കല്ല കേട്ടോ, ഈ ഉപ്പുമാവിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അസലായിട്ട് വെട്ടി തിളച്ച് വരുമ്പോൾ ഒരു ടിപ്പ് ഞാൻ പറയട്ടെ. നല്ല തിളച്ച് വരുന്ന സമയത്ത് വേപ്പിലിട്ട് കൊടുക്കുക. ഏറ്റവും അവസാനം കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക. ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും കേട്ടോ. ഭയങ്കര ഫ്ലേവറായിരിക്കും. എന്നിട്ട് ആ തിളച്ചതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട്, മാവല്ലല്ലോ, നമ്മുടെ പൊടി ഇട്ടിട്ട് പയ്യെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിയും പോവും. ഇത് പൊട്ടി ഇങ്ങനെ ബബിള് പോലെ തെറിക്കാനും സാധ്യതയുണ്ട് നമ്മുടെ കയ്യിലേക്ക്, മുഖത്തേക്കൊക്കെ. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനും ഇളക്കാനും തേച്ച് കൂട്ടി എടുക്കാനും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് നല്ല ഉതിർത്തി എടുത്ത ശേഷം കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് മൂടി വെക്കുക. കറക്റ്റായിട്ട് ഭയങ്കര ടൈറ്റായിട്ടുള്ള മൂടി കൊണ്ടല്ല, കുറച്ച് ഇത് പോകുന്ന കാറ്റ് കയറുന്ന. അപ്പം ഞാൻ ഇഡ്ഡലിത്തട്ടിൻ്റെ ആ ഒരു കുഞ്ഞു അരിപ്പ പോലത്തെ മൂടിയില്ലേ, അത് വെച്ച് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ അതിൽ കൂടി പൊയ്ക്കോളും. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം വീഴും. നമ്മൾ ശരിക്കുള്ള അടപ്പ് വെച്ചിട്ടാണ് അടയ്ക്കണമെങ്കിൽ അതിലേക്ക് വെള്ളം വീഴും. അപ്പം നമുക്ക് ചായയൊക്കെ റെഡിയാക്കി എടുക്കാം. എനിക്ക് ഉപ്പുമാവ് ഇങ്ങനെ കുഴാന്നിരിക്കണത് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ വിട്ട് ഇങ്ങനെ ഉതിരുതിരു പോലെ അവലൊക്കെ ഇരിക്കില്ലേ, വിട്ടിങ്ങനെ അതുപോലെ ഇരിക്കണം. എനിക്ക് അതാണ് ഇഷ്ടം. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. പക്ഷേ ചില സമയത്ത് നമ്മൾ ഹോട്ടലിൽ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട കുത്തിയ പോലെ ഇരിക്കും. എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ
കഴിക്കാണ്ട് പറ്റില്ലല്ലോ, നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണമല്ലേ. അപ്പോൾ ഇതാ അങ്ങനെ നമുക്ക് പയറ് കറി ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ചെയ്യണ പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമ്മളിതാ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയും കൂടി നമ്മൾ ചോപ്പ് ചെയ്ത് ചതച്ചോക്കി ഇടുക. അതിലേക്ക് നമ്മൾ മഞ്ഞൾ മുളക് ഇട്ട ശേഷം മൊരിയിച്ചിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ എന്താണോ ചെറുപയർ ഇട്ട് കൊടുക്കുക. നല്ല പയറായിരുന്നു കേട്ടോ. ചില സമയത്ത് പൊട്ട പയറായിരിക്കും കിട്ടുക, പക്ഷെ ഇതിപ്പോൾ നല്ല പയറാണ് ഇപ്രാവശ്യം കിട്ടിയത്. അധികം നേരം ഒന്നും വിസിലടിക്കേണ്ടി വന്നില്ല. 3 വിസിലിന് തന്നെ ആൾ നല്ല അസലായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്താ നമ്മുടെ ബോഗെയിൻ വില്ല ഇങ്ങനെ കാട് പോലെ പടർന്നിട്ട് ആ വശത്ത് നിന്ന് നമ്മുടെ അകത്തേക്ക് വെട്ടം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ മുറ്റമൊക്കെ ഒരുമാതിരി ഇരുണ്ട് വരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞു. അവിടെ ഇവിടെയൊക്കെ ഒരു സുന്ദരിപ്പുഴുവിനൊക്കെ കണ്ടു. സുന്ദരിപ്പുഴു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊറിയാമ്പുഴു ഇല്ലേ, നാരുള്ള പുഴു, ചൊറിയമ്പുഴു സുന്ദരിപ്പുഴു എന്നൊക്കെ പറയും. അപ്പോൾ അതിനെയൊക്കെ കണ്ടു. ആ കണ്ട ഇലയൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഏറിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ തൂക്കിയിട്ടിരിക്കുന്ന ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ചില സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ, ഒരു പണി ചെയ്യുമ്പോൾ തോന്നും കുറച്ചും കൂടി നന്നാക്കാൻ അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേനും അവസാനം ഒരു പണി എൻ്റെ മെനയാകൂല. പലപ്പോഴും എനിക്ക് അങ്ങനെ സമയം പോയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കാര്യമില്ലാണ്ട് കയറിയതാണ്. ഇതിപ്പോൾ അവിടെ തന്നെ കിടന്നാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ അങ്ങ് കയറിയിട്ട് അപ്പം തോന്നിയതാണ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നി. അപ്പം തന്നെ കയറിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റിയൊക്കെ ഇട്ടു. പിന്നെ ഒരു രസം, എപ്പോഴും ഒരേപോലെ കിടക്കണ കാണുമ്പോഴത്തേനും ഒരു ബോറടി അല്ലേ. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി. ഇതാ കുറച്ച് ചോറുണ്ടായിരുന്നത് ഉച്ചക്കത്തേക്ക് നമുക്ക് ഉള്ള ചോറൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അതാ അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് അവധി ദിവസമാണ് കേട്ടോ. അന്നമോളും ചോക്കൂട്ടിനൊക്കെ വീട്ടിലുണ്ട്. മിഡ് ടൈം എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് പഠിത്തത്തിൻ്റെ തിരക്കിലാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഞാൻ വിളിക്കുമ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പാത്രവും ഇപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ചോറൊക്കെ വാർത്തെടുത്ത പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി നമ്മളിതാ കുറച്ച് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഇന്ന് സാധാരണ വറുത്തിട്ട് വെക്കണ പോലെ തന്നെ വെക്കാമെന്ന് ആലോചിച്ചത്. പക്ഷെ അങ്ങനെ വെക്കുമ്പോഴത്തേനും ഒരു മസാലയുടെ കുത്തൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് ചാറായിട്ട് വേണമെന്നും തോന്നിയത് കൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടാണ് ചിക്കൻ കറി വെച്ചത്. അപ്പോൾ ഇതാ രണ്ട് പ്രാവശ്യത്തേക്ക് വെക്കാൻ പാകത്തിന് ഞാൻ മാറ്റിയെടുത്ത് വെച്ചു കേട്ടോ, ക്ലീൻ ചെയ്തിട്ട്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്കും കൂടി എടുക്കാന്നുള്ള രീതിയിൽ. പക്ഷേ ഉച്ച നേരം ആയപ്പോഴത്തേനും ചിക്കൻ വറുക്കണം മണം വന്നപ്പോഴത്തേനും എൻ്റെ മക്കൾ വന്ന് ചോറിൻ്റെ കൂടെ ഒരു 3-4 കഷ്ണമൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും നമുക്ക് രാത്രിത്തേക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കറി വെക്കണേ. അപ്പോൾ ഞാൻ വെച്ചതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചതെല്ലാം തിരിച്ചെടുത്തിട്ട് രണ്ടാമത് കഴുകി പിന്നെ മസാല തേച്ചിട്ട് വറുത്തെടുത്തു. ചിക്കൻ നന്നായിട്ട് ഞാൻ കുറേ നേരം വെള്ളത്തിലിടും കേട്ടോ. കാരണം നമുക്കിത് മരത്തിൻ്റെ കുറ്റിയിലാണിത് അവർ കട്ട് ചെയ്ത് തരുന്നത് ഒരു കടയിൽ നിന്ന് മേടിക്കുമ്പോൾ. അപ്പോൾ പലപ്പോഴും ഈ മരത്തിൻ്റെ കുഞ്ഞു കഷ്ണങ്ങളുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിടുമ്പോൾ അത് ഇതിൻ്റെ മാംസത്തിൽ നിന്ന് വിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എത്ര കഴുകിയാലും അത് പോവില്ല. കുറേ നേരം ഇട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ കുഞ്ഞു മരത്തിൻ്റെ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ അതെല്ലാം 3-4-5 പ്രാവശ്യം കഴുകി അതിൻ്റെ ആ ഒരു കുറേ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ക്ലീൻ ചെയ്ത് നമുക്കതിലേക്ക് മസാല പുരട്ടി വയ്ക്കാം. ഉപ്പും മഞ്ഞളും കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഗരം മസാല ഉപ്പും കൂടി ഇട്ട ശേഷം നന്നായിട്ട് നമുക്ക് പുരട്ടി വെക്കാം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇട്ടില്ല കേട്ടോ, കാരണം നമുക്കിത് കറിയാക്കാനാണല്ലോ. അപ്പോൾ ഞാൻ അതിനൊന്നും നിന്നില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇട്ടില്ല. നമ്മളിതാ ചിക്കനിന് നമുക്ക് സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുക്കാം. സൺഫ്ലവർ ഓയിലല്ല കേട്ടോ, നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തത്. സോറി, പറഞ്ഞത് മാറിപ്പോയി. അപ്പോഴേക്കും സാധാരണ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നാടൻ രീതിയിൽ നമ്മൾ വെക്കുന്ന കറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് അടിപൊളി. ഇപ്പോൾ പറയട്ടെ, നമ്മളിപ്പോൾ ഒരു ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ഒരു ഡ്രാഗൺ ചിക്കനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതല്ലല്ലോ. കേരളത്തിനെന്ന് പറയുമ്പോഴത്തേനും ഒരു വറുത്തരച്ച ചിക്കൻ കറി, നന്നായിട്ടൊന്ന് മൊരിച്ച് മസാല ഇട്ട് വെച്ച ചിക്കൻ കറി, ഇതൊക്കെയാണല്ലോ നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത് ചില്ലി ചിക്കൻ വെക്കുമ്പോഴും ഡ്രാഗൺ ചിക്കൻ വെക്കുമ്പോഴൊക്കെയാണ്. ഇപ്പോൾ ഞാൻ സാധാരണ കറി വെക്കണ നമ്മുടെ സാധാരണ നല്ല വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിലിതാ ബാക്കിയുള്ള ചിക്കൻ ഞാനിപ്പോൾ എടുത്തു. എല്ലാം ഞാൻ മുളക് പുരട്ടിയിട്ട് അവിടെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കി കുറേയൊക്കെ വറുത്ത് കോരിട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഒരു മുറി തേങ്ങ ചിരണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ വരും. ഒന്നെങ്കിൽ കൊഴുക്കട്ട, അല്ലെങ്കിൽ അട, അല്ലെങ്കിൽ ഏലാഞ്ചി.
ഏലാഞ്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടച്ചുരുട്ട്, ഇവിടെ ഏലാഞ്ചി എന്നൊന്നും അല്ല കേട്ടോ പറയാം, എനിക്ക് യൂട്യൂബിൽ നിന്നാണ് ഏലാഞ്ചി എന്നുള്ള പേര് തന്നെ കിട്ടിയത്. ഇവിടെ നമ്മൾ പറയുക മുട്ടച്ചുരുട്ട്, മുട്ടക്കുഴലപ്പം എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിൽ വെക്കാനുള്ള മിക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ കുറച്ച് കുട്ടികൾക്ക് മാത്രം മതിയല്ലോ എന്ന് കരുതിയിട്ട് വലിയ ബേസിലൊന്നുമല്ല നമ്മൾ പൊടി കലക്കിയത്. നമ്മുടെ ചായ എടുക്കുന്ന സാധാരണ കപ്പില്ലേ, അരിച്ചെടുക്കുന്ന കപ്പിലേക്ക് ഇതാ കുറച്ച് മൈദപ്പൊടി ഇട്ട ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു കളർഫുള്ളായിട്ട് ഒരു ഇച്ചിരി ഭംഗിയിൽ കാണട്ടെ എന്ന് ഓർത്തിട്ടാണ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടത്. എന്നിട്ട് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പിട്ട ശേഷം വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതാ വെള്ളം താഴെ പോയി, ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ഇതൊക്കെ. എന്നിട്ട് ഇതാ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നേ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, വലിയ ബേസിൽ തന്നെ അങ്ങാട് മാവ് കലക്കിയാൽ മതിയായിരുന്നു എന്ന് തോന്നും. അപ്പോൾ ഇതാ അത് അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കുന്ന നേരം ആകുമ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത എണ്ണയിൽ തന്നെയാണ് ഞാൻ ഈ കറി ബാക്കി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇത്രയും നന്നായിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേനും മസാലകൾ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കും. സവാള ഇല്ലല്ലോ, തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കും. ഞാനിവിടെ ഒരു 2 മുഴുവൻ തക്കാളി, നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെയാണ് കേട്ടോ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോ. അതൊന്ന് അതിലേക്ക് ഇട്ട ശേഷം നമ്മളിതാ അതൊന്ന് പയ്യെ ഒന്ന് വാടി ഒന്ന് തളർന്നു വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ആ സവാളയുടെ കൂട്ടും തക്കാളിയുടെ കൂട്ടും ഈ ചിക്കനും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിലാക്കിയ ശേഷം അടച്ചു വെക്കുക. ഈ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒരു തവണ ഒന്ന് വെച്ച് നോക്കൂ. നമ്മളിതാ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ നിന്ന് തുറന്ന് നോക്കുമ്പോഴത്തേനും ആ തക്കാളിയുടെ വെള്ളവും അതുപോലെ ചിക്കനിൽ നിന്നുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള അതൊക്കെ ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് ഗ്രേവിക്കുള്ളൊരു വകുപ്പ് നമുക്ക് ഈ വറുത്ത ചിക്കനിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്ത ശേഷം കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ കുറച്ച് ഗരം മസാലയോ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാലയും ഇട്ടു, ഗരം മസാല ഇട്ടു കേട്ടോ. ഞാൻ ആദ്യം ഇട്ട് വെച്ചതാണ്, പക്ഷേ ടേസ്റ്റ് പറയട്ടെ, അടിപൊളിയാണ്. നല്ല പഞ്ഞി പോലത്തെ ബ്രെഡും സോഫ്റ്റ് ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി കറിയാണ്. അപ്പം നമ്മളിതാ അത്ര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് എനിക്ക് വേണമെന്ന് തോന്നി, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടത് ഇളക്കി കൂട്ടി മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴും ലോ ഫ്ലെയിമിൽ അവിടെ നിന്ന് കുക്കാവാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമുക്കിതാ ഒരു പിടി മല്ലിയിലയും 2 തണ്ട് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതേപോലെ ടേസ്റ്റുള്ളൊരു കറിയില്ലേ, ഭയങ്കര രുചിയാണ്. നമുക്കൊരു മസാലക്കുത്ത് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ചിക്കൻ്റേതായിട്ടുള്ള ആ ഒരു വറുത്തതിൻ്റെയൊക്കെ ആ ഒരു പ്രത്യേക ടേസ്റ്റും നല്ല ഗ്രേവിയും. ബിരിയാണിക്കൊക്കെ ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചാറൊന്നും വേണ്ടാത്ത, ഒത്തിരി ഗ്രേവി ഇങ്ങനെ കുഴഞ്ഞൊന്നും ഇരിക്കേണ്ടാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ബ്രെഡിൻ്റെ കൂടെയും നല്ല പഞ്ഞി പോലത്തെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതാ എൻ്റെ ഉച്ചവരെയുള്ള പണി ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ മോൾക്ക് വൈകിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ട്, എനിക്ക് ട്യൂഷനുണ്ട്. അപ്പം ഞാൻ ഈ നേരം ആയപ്പോഴത്തേനും പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മഴയുടെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പെയ്യും നിൽക്കുന്നത് തന്നെ കൊണ്ട് അലക്കി ഇടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അലക്കിയാൽ തന്നെ വീടിൻ്റെ അകത്തിട്ട് തന്നെയാണ് തുണിയൊക്കെ ഉണക്കണത്. കണ്ടാ നിപ്പിൽ ഇതാ വെയിലും വന്നു, പിന്നെ അപ്പം തന്നെ മഴയും വരും. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലായിടത്തെ അവസ്ഥ. നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണല്ലോ. അപ്പം നമ്മുടെ ഗപ്പി പൂളിൽ അത്യാവശ്യം കുഞ്ഞു ഗപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞൻ ആമയുണ്ട്. അപ്പം ഞാൻ വന്ന് മീൻ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ജോക്കൂട്ടൻ്റെ പിന്നെ മീൻ കിളി എന്നൊക്കെ പറഞ്ഞ പ്രാന്താണ്. കുറച്ച് നേരം അവനും വന്നിരുന്ന് അതുങ്ങളൊക്കെ കളിപ്പിക്കുക. അപ്പോൾ ഞാൻ ഓർക്കും കളിക്കട്ടെ, എന്തായാലും പുറത്തിറങ്ങി മീൻ പിടിക്കാനൊന്നും നമ്മൾ ഇവിടെ അതിനുള്ളൊരു സാഹചര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ വിടാനും നമുക്ക് പേടിയാണല്ലോ, തോട്ടിലേക്ക് വീഴോ അങ്ങനെയൊക്കെ. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാനോ അല്ലെങ്കിൽ ഏട്ടനോ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുറത്തേക്ക് വിടത്തുള്ളൂ. അപ്പോൾ അതാ നമുക്ക് ഇവർക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ, വൈകുന്നേരത്തെ സ്നാക്സിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മുട്ട ചുരുട്ടിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. നല്ല ഭംഗിയാണല്ലോ ഇങ്ങനെ മഞ്ഞ കളറിലൊരു ദോശ ഇല്ലേ, ഒരു മഞ്ഞ ദോശയല്ലേ. പക്ഷേ മൈദപ്പൊടിയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇങ്ങനെ
ചുട്ടെടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ നടുക്ക് ഈ ഏലക്കയും പിന്നെ നമ്മുടെ പീരയും കൂടി പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സ് വെച്ചിട്ട് ചുരുട്ടിയെടുക്കും. ചില ആൾക്കാർ ഇത് നടുക്ക് വെച്ചിട്ട് 4 വശവും ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പൊതി പോലെ ആക്കിയെടുക്കും. എനിക്ക് ചുരുട്ടി എടുത്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പൊതി പോലെ ആക്കിയിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊരു ദിവസം ആബി സ്റ്റൈലിൽ പോയിട്ട് ചായ കുടിക്കുന്ന ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായില്ലേ, അപ്പം നമ്മൾ ഇടയ്ക്ക് അവിടെ പോവാറുണ്ട്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പൊതി പോലെ, ഒരു മുറുക്കാൻ്റെ ഒക്കെ പൊതി പോലെ ഇരിക്കണം. പക്ഷെ അത് ഭയങ്കര ബൊണ്ടക്കനാണ്. എനിക്ക് അത്രയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് കുഞ്ഞായിരിക്കണം, അത്യാവശ്യം മധുരം ഉണ്ടാവണം, നല്ല ടേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് അങ്ങനെ ചുരുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ധൃതി ആയതുകൊണ്ട് ഞാൻ ഓരോന്നേ ഉണ്ടാക്കിയുള്ളൂ. എനിക്കും ജോക്കൂട്ടിനും അന്നമോൾക്കും ഓരോന്നേ ഉണ്ടാക്കിയിട്ട് അത് ചായക്ക് അത് കൊടുത്തു. 1 ഗ്ലാസ് കട്ടൻ ചായയും കൊടുത്ത ശേഷം വേഗം റെഡിയാക്കി ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി കേട്ടോ. ഇതിപ്പോൾ ഞാൻ പോകുമ്പോൾ ജോക്കൂട്ടനും കൂടെ കൊണ്ടുപോകും. അന്നമോൾ അവിടെ ആക്കിയിട്ട് ഡാൻസ് ക്ലാസ് കഴിയുമ്പോഴത്തേനും ഞാൻ പോയിട്ട് ജോക്കൂട്ടനും കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ അവരും കൂടി അവളെ വിളിച്ചിട്ട് വരും. രസമാണ് അവിടം വരെ നടന്നുള്ള പോക്കും. ഗ്രാമപ്രദേശമാണല്ലോ, അപ്പോൾ ഇടവഴി കൂടെ കയറി മഴയൊക്കെ കുറേശ്ശെയൊക്കെ നനഞ്ഞ് രസമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക്